നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതം ഒട്ടേറെ പരീക്ഷണങ്ങൾ കൊണ്ടാണ് നമ്മളെ ശക്തരാക്കുന്നത്. പക്ഷേ ചില മാസങ്ങൾ, ചില പ്രത്യേക കാലഘട്ടങ്ങൾ ദൈവം തന്നെ ഒരുങ്ങി ചില നക്ഷത്രങ്ങളുടെ ജീവിതം മാറ്റാൻ ഇറങ്ങി വരുന്ന മാസങ്ങളാണ്. ഇപ്പോൾ പിറക്കാൻ പോകുന്നത് അത്തരത്തിലൊരു മാസമാണ് കുംഭമാസം. ഈ കുംഭമാസം 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കാൻ പോകുന്നു. ഒറ്റപ്പെട്ടവരെ ഉയർത്തും, പരിഹസിക്കപ്പെട്ടവരെ ആദരിക്കും, കഷ്ടപ്പെട്ടവരെ കൈപിടിച്ചു നിർത്തും. നിങ്ങളുടെ വീട്ടിൽ ഈ 9 നക്ഷത്രങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? അവരുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു മാസമാണ് ഇത്. ഈ വീഡിയോ മുഴുവനുമായി ശ്രദ്ധിച്ചു കാണൂ. അവസാനം നിങ്ങളുടെ നക്ഷത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇന്ന് വെള്ളിയാഴ്ച, കുംഭമാസം 1. ഇത് പിറന്നതോടുകൂടി ചില നാളുകാർക്ക്, ചില നക്ഷത്രക്കാർക്ക് സൗഭാഗ്യമായിട്ടാണ് ഈ കുംഭമാസം. ചില നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ പോകുവാണ്. ഇവരുടെ ജീവിതത്തിലെ വലിയ ചില സ്വപ്നങ്ങൾ പൂവണിയാൻ പോവുകയാണ്. വലിയ ചില വഴിത്തിരിവുകൾ ഈ നാളുകാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാസമായി കുംഭമാസം മാറാൻ പോവുകയാണ്. ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ടു പോയവരാണ് ഞാൻ ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. അവരെ പുച്ഛിച്ചവരും പരിഹസിച്ചവരും ഒക്കെ നോക്കി നിൽക്കെ ഈ നാളുകാര് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോവുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ജഗദീശ്വരനെ എടുത്തുയർത്തി, വാനോളം ഉയർത്തി ഐശ്വര്യങ്ങൾ നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണ് ഈ കുംഭമാസം എന്ന് പറയുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് ആ നാളുകാരെ പറ്റിയാണ്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാരിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയണം, ഈ കുംഭമാസത്തിൽ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ പോയി ഭഗവാനെയും ഭഗവതിയെയും തൊഴാൻ പറയണം. ഒന്നുകിൽ ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുക, അല്ലെങ്കിൽ ഭദ്രകാളി അമ്പലം ഉണ്ടെങ്കിൽ ഭദ്രകാളി അമ്പലത്തിൽ പോയി അമ്മയെ തൊഴാൻ പറയണം. വേറെ ഒന്നും കൊണ്ടല്ല. ഈ കുംഭമാസം ഭഗവാന്റെയും ഭഗവതിയുടെയും മാസമാണ്. അവരുടെ രണ്ടുപേരുടെയും അനുഗ്രഹം ഈ നക്ഷത്രക്കാരിൽ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. ഈ നാളുകാരെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ പറയുക, കുംഭമാസത്തിൽ ക്ഷേത്ര ദർശനം നടത്തണം. ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിസാരമായിട്ട് കണ്ട് വിട്ടുകളയരുത്. വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ അദ്ദേഹത്തോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് പറയുക, പോയി ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ തൊഴാൻ പറയുക. അവരുടെ ജീവിതം വെച്ചടി ഇവിടുന്ന് അങ്ങോട്ട് കുതിച്ചുയരുന്നു എന്നാണ് ഏറ്റവും സത്യമുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 9 നാളുകാരാണ് ഈ കുംഭമാസത്തിൽ നേട്ടം കൊയ്യാൻ പോകുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കടിച്ചമർത്തുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നവരാണ് നിങ്ങൾ എന്നുള്ളത് ജീവിതത്തിൽ എടുത്തു പറയേണ്ട പല തീരുമാനങ്ങളുടെയും പേരിൽ ഇന്നും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവികളാണ് മകയിരം നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. പലപ്പോഴും ഒരുപാട് പഴി ജീവിതത്തിൽ പല തെറ്റുകൾ പറ്റിയതിനെ തന്നെ ചൂണ്ടിക്കാണിച്ച് കുത്തിക്കാണിച്ചുമുള്ള ജീവിതകാലം മുഴുവൻ വേട്ടയാടൽ, ചുറ്റുമുള്ള ആളുകളാൽ പലരാൽ പരിഹസിക്കപ്പെടുക, കുറ്റപ്പെടുത്തുക, ഒരു വേദിയിൽ ചെന്നു കഴിഞ്ഞാൽ പല കാര്യത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്തപ്പെടുക, ഇങ്ങനെ വല്ലാത്ത ഒറ്റപ്പെടലുകൾ അല്ലെങ്കിൽ വല്ലാത്ത സങ്കടങ്ങൾ കടിച്ചമർത്തുന്നുണ്ട്. പലതും കണ്ടില്ലെന്ന് നടിച്ചു മുന്നോട്ട് പോകുന്നവരാണ് മകയിരം നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. ശരിയല്ലേ? മകയിരക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്ന് പറയണം. ഇനിയിപ്പോൾ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലെങ്കിലും മകയിരം നക്ഷത്രക്കാർ ഇവിടെ ധൈര്യമായിട്ട് തെറ്റാണെന്ന് പറയണം. പക്ഷേ കൃത്യമായിട്ട് കാണുന്ന കാര്യങ്ങളാണ് മകയിരക്കാർക്ക്. ഈ പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ജീവിതത്തിൽ കടിച്ചമർത്തി ഈശ്വരനെ വിളിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ കുംഭമാസം നിങ്ങൾക്ക് ഒരു വഴി തരുമെന്നാണ് കാണിക്കുന്നത്. കൃത്യമായിട്ടുള്ള കാര്യമാണിത്. ജീവിതത്തിൽ തൊഴിൽപരമായിട്ട് ഈ മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്.
ഒരുപാട് കാലത്തെ സ്വപ്നം അല്ലെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഫലം കാണുവാനായിട്ടുള്ള ഈശ്വര, എൻ്റെ കഷ്ടപ്പാട് ഫലം കണ്ടല്ലോ, ഞാൻ അധ്വാനിച്ചത് വെറുതെ ആയില്ലല്ലോ എന്ന തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിൽ ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ റിസൾട്ടുകൾ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. മകയിരം നക്ഷത്രക്കാർ വിഷമിക്കരുത്. ധൈര്യമായിട്ട് ഈശ്വരനെയും വിളിച്ചുകൊണ്ട് എന്ത് കാര്യത്തിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് മുന്നോട്ട് പോവുക. അവസാനം ഭഗവാൻ നിങ്ങളെ കൈവിടില്ല, ഭഗവതി നിങ്ങളെ കൈവിടില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. സംശയമൊക്കെ ഉണ്ടാകും. ഈശ്വര, ഇത് ശരിയാകുമോ? ഞാൻ ഓട്ടപാത്രത്തിലാണോ വെള്ളം കോരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തയുണ്ടാകും. ആ വിഷമം വേണ്ട. ഇനി എത്ര ഓട്ടപാത്രമാണ് എന്ന് പറഞ്ഞാലും അത് കോരി നിറച്ചു തരാൻ ഭഗവാൻ ഒപ്പമുണ്ട് എന്നുള്ളതാണ്. അത് നിറഞ്ഞിരിക്കും, ആ ഓട്ടയെല്ലാം അടഞ്ഞിരിക്കും, ജീവിതത്തിൽ സൗഭാഗ്യം വന്നിരിക്കും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. കുംഭമാസത്തിൽ പൊതുവെ ഭാഗ്യം അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. മകയിരംകാർക്ക് ഭാഗ്യപരീക്ഷണങ്ങൾക്ക് പറ്റിയ മാസമാണ്. പല പുതിയ തീരുമാനങ്ങളും എടുക്കുവാൻ പറ്റിയ മാസമാണ്. പുതിയ ചില കാര്യങ്ങൾ തുടങ്ങുവാനും പറ്റിയ മാസമാണിത്. തൊടുന്നതെല്ലാം പൊന്നാക്കി കിട്ടും. ഭഗവാനും ഭഗവതിയും അനുഗ്രഹിച്ച് നിൽക്കുകയാണ്. നന്നായി വരും. ഞാൻ നേരത്തെ അമ്പലത്തിൽ പോകാൻ പറഞ്ഞത് വിട്ടുകളയണ്ട. മകയിരമാണ് രക്ഷപ്പെടാൻ പോകുന്ന ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടോ? പൂയം നക്ഷത്രക്കാർക്ക് എല്ലാം കൊണ്ടും ഭഗവാൻ അനുഗ്രഹിച്ചു നൽകുന്ന മഹാദേവൻ അനുഗ്രഹിച്ചു നിൽക്കുക. ഒപ്പം ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹവും ഉണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് സാമ്പത്തിക അഭിവൃദ്ധി എന്ന് പറയുന്നത്? ജീവിതത്തിൽ കടങ്ങൾ ഉണ്ടെങ്കിൽ കടങ്ങൾ തീർക്കാനുള്ള യോഗം ഈശ്വരൻ തുറന്നു തരും. കടങ്ങളും ധനപ്രശ്നങ്ങളും ധനപരമായിട്ടുള്ള സങ്കടങ്ങളും ഒക്കെ നിങ്ങളെ വിട്ട് ഒഴിയുവാൻ പോകുകയാണ്. കഴിഞ്ഞ കുറെ കാലം എടുത്തു നോക്കിയാൽ അത്തരത്തിലുള്ള ചില അലട്ടലുകൾ ആണ് നിങ്ങളുടെ പ്രധാന പ്രശ്നമായി കാണുന്നത്. ആ പ്രശ്നങ്ങൾ ഉടനെ തന്നെ തീരുവാൻ പോകുകയാണ്. ദുഃഖങ്ങൾ തീരുവാൻ പോകുന്ന ഒരു സമയവുമാണ് ഇനി പിറക്കാൻ പോകുന്നത്. ഈ ഒരു മാസം തുടങ്ങി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ ജഗദീശ്വരൻ തീർത്തു തരും. ഒപ്പം കാര്യവിജയം ഉണ്ടാകും. മനസ്സിൽ ഉദ്ദേശിച്ച് ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അത് ഉൾക്കൊണ്ട് ഏതു കാര്യത്തിന് പ്രവർത്തിക്കുന്നു. ഈ ലോകം മുഴുവൻ നിങ്ങളുടെ സഹായത്തിന് വരും എന്നാണ് കാണുന്നത്. ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. തൊട്ടതൊക്കെ പൊന്നാകും. വിജയിച്ചു കയറി മുകളിൽ വരും എന്നാണ് കൃത്യമായിട്ട് പൂയക്കാരെ പറ്റി കാണുവാൻ സാധിക്കുന്നത്. പൂയക്കാർ വീട്ടിലുണ്ടോ? നിർബന്ധമായിട്ടും അവരെ അമ്പലത്തിൽ പറഞ്ഞു വിടണം. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവരെപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ നാള് പോലെ തന്നെ ചതഞ്ഞു കിടക്കുന്നു, ഒന്നും ഒരിക്കലും ശരിയാകുന്നില്ല. ജീവിതത്തിൽ എന്നും ഇങ്ങനെ ചതഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് ജീവിതത്തിലുള്ളതെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിക്കാറുണ്ട്. ആ ഒരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും ഈ ഒരു കുംഭമാസം എന്ന് പറയുന്നത്. ചതയക്കാരെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ തന്നെ സ്വയം പറഞ്ഞിട്ടില്ലേ, പലപ്പോഴും ഈ ചതയത്തിന്റെ കാര്യം അത്തരത്തിൽ അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. പക്ഷേ ആ കാര്യങ്ങളൊക്കെ മാറാൻ പോകുന്ന ഒരു മാസമായിട്ടാണ് ഈ കുംഭമാസത്തെ നിങ്ങൾ കണക്കാക്കാം. പല മാറ്റങ്ങളുടെയും തുടക്കമായിട്ടാണ് ഈ കുംഭമാസത്തെ കാണുന്നത്. എന്താണ് മാറ്റങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ഈ കുംഭമാസത്തിൽ നിങ്ങൾ എടുക്കുവാൻ പോകുന്ന ചില തീരുമാനങ്ങൾ ഈ കുംഭം കഴിയുമ്പോൾ നിങ്ങൾ പുതുതായിട്ട് ചെന്ന് ഏർപ്പെടാൻ പോകുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ വീണു കിട്ടാൻ ചില സൗഭാഗ്യങ്ങൾ, അല്ലെങ്കിൽ തുടങ്ങുന്ന ചില സംരംഭങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് നൂറുമേനി കൊയ്യും. നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റും. ജീവിതം രക്ഷപ്പെടും എന്നുള്ളതാണ്. ജീവിതം രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അടിമുടി ജീവിതത്തിൽ ഉയർച്ച വരും. അവരെ കൊണ്ട് ആ വീട് രക്ഷപ്പെടും, ആ കുടുംബം രക്ഷപ്പെടും. അവരെ ആശ്രയിച്ച് കഴിയുന്നവരുടെ ജീവിതത്തിൽ സൗഭാഗ്യവും ഉയർച്ചയും സന്തോഷവും എല്ലാത്തിലും ഉപരി മനസ്സമാധാനവും കിട്ടുമെന്ന് കാണുന്നത്. എന്താണ് മനസ്സമാധാനം? എല്ലാം ഉണ്ടെങ്കിലും മനസ്സമാധാനമില്ലെങ്കിൽ കാര്യമുണ്ടോ? ഇനി കോടികൾ സമ്പാദിച്ചു, കോടികളുടെ ആസ്തി ഉണ്ട് എന്ന് പറഞ്ഞാലും ഇത്തരത്തിൽ മനസ്സമാധാനമില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിന് അർത്ഥമുണ്ടോ? ജീവിച്ചിരിക്കുന്നതിനെ അപ്പോൾ ആ ഒരു മനസ്സമാധാനം വരും. അതിനുള്ള വക ഈശ്വരൻ തരുമെന്നാണ് കാണുവാൻ സാധിക്കുന്നത്.
എന്റെ നാവ് പൊന്നാകും. ഞാനിവിടെ പറയുന്നത് ഒരിക്കലും വെറും വാക്കാകില്ല. നിങ്ങൾ എഴുതി കുറിച്ചു വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന കുംഭമാസം ഇതാ പിറക്കുകയാണ്. ചതയമാണ് അങ്ങനെ 3ാമത്തെ നക്ഷത്രം. ഇനി 4ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. ഒരു പക്ഷേ ഈ കുംഭമാസത്തിലെ ഏറ്റവും നേട്ടം കൊയ്യാൻ പോകുന്ന നക്ഷത്രം തൃക്കേട്ടയാണ് എന്ന് പറയാതെ പറയാം. അതായത് അത്രയേറെ സൗഭാഗ്യങ്ങൾ ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടാലും അതെല്ലാം മംഗളമാകും. തൃക്കേട്ടക്കാരെ മുൻനിർത്തി ഏതെങ്കിലും കാര്യം ചെയ്താൽ അതും മംഗളമാകും. ഉദാഹരണത്തിന് ഒരു വീട് പണി തുടങ്ങാൻ പോകുകയാണ്. തൃക്കേട്ടക്കാരെ കൊണ്ട് കല്ലിടിയിച്ചാൽ, തൃക്കേട്ടക്കാരെ കൊണ്ട് അതിന് തുടക്കം കുറിപ്പിച്ചാൽ അത് മംഗളമായി കിട്ടും. ഒരു തടസ്സവുമില്ലാതെ അത്ര ഐശ്വര്യവും തുളുമ്പുക തൃക്കേട്ട നക്ഷത്രത്തിന്. ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ തൃക്കേട്ടക്കാരെ ചിരിക്കുന്നുണ്ടാകും. കേൾക്കാനൊക്കെ രസമുണ്ട്, പക്ഷെ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവുമാ. ഒരു തൃക്കേട്ടക്കാരനെങ്കിലും ഇത് ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ ജഗദീശ്വരൻ മാറ്റിത്തരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങളുടെ ഒരു മാസമാണ് ഈ കുംഭമാസം. തൃക്കേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ദുഃഖങ്ങൾ ഒഴിയും. ഞാൻ ഈ പറയുന്നത് വെറും വാക്കല്ല. ഇത് ഇങ്ങനെ കഥ പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. അത് അനുഭവത്തിൽ നിങ്ങൾക്ക് വരുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുറിച്ചിടുന്ന സ്വഭാവമുള്ളവർ എവിടെയെങ്കിലും കുറിച്ചിടുക. അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ്, കുംഭമാസമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഒന്ന് മാറി ചിന്തിച്ചു നോക്കുക. ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ നടന്നിരിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതം ഒരു ഐശ്വര്യത്തിന്റെ, ഉയർച്ചയുടെ, സമാധാനത്തിന്റെ പടവുകളിലേക്ക് കയറുന്നത് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ നന്നായി വരും. തൃക്കേട്ട നക്ഷത്രം 4ാമത്തെ നക്ഷത്രം. ഇനി 5ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. ദുരിതപ്പെയ്ത്താണ് ചോതിക്കാരുടെ ജീവിതത്തിൽ. മുമ്പുണ്ടായിരുന്ന ദുരിതപ്പെയ്ത്ത് ഇപ്പോഴും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ദുരിതപ്പെയ്ത്ത് എന്താണ്? ദുരിതപ്പെയ്ത്ത് ഒന്ന് തീരുമ്പോൾ ഒന്ന്. ഇതാണ് അവസ്ഥ. ശരിയാണോ എന്ന് നോക്കിക്കേ. ചോദിക്കാർ ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത്. ഒരെണ്ണം തീരുമ്പോൾ വിചാരിച്ചു ഇത് ഇവിടെയും കൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചു. അന്നേരമുണ്ട് അടുത്തത് വരുന്നു. അതെങ്ങനെയെങ്കിലും ദൈവമേ ഒന്ന് കരപിടിപ്പിച്ച് ഒരു രീതിയിൽ ജീവിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ എന്നാണ്. എൻ്റെ ഈ ദുരിതം ഒന്ന് തീരുന്ന, എൻ്റെ ഈ ദുരിതപ്പെയ്ത്ത് ഒന്ന് അവസാനിക്കുന്ന ജഗദീശ്വര എന്ന് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. ചില ദിവസങ്ങളിൽ ഈശ്വരനെ തന്നെ പഴിച്ചിട്ടുണ്ടെന്നും സത്യമാണ്. ചോദിക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈശ്വരനെ തന്നെ പഴിച്ചിട്ടുണ്ട്. എനിക്ക് മാത്രം എന്തിനാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഭഗവാൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എന്നെ ഇങ്ങനെ വിടാതെ ദുരിതപ്പെടുത്തുന്നത് എന്നൊക്കെ പലപ്പോഴും ഭഗവാനോട് തന്നെ പഴിച്ചു പറഞ്ഞിട്ടുള്ളവരാണ് ഈ ചോതി നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. സത്യമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു പക്ഷേ മനസ്സിലാകണമെന്നില്ല. ചോദിക്കാർക്ക് ഇത് കൃത്യമായിട്ട് കിട്ടിയിട്ടുമുണ്ട്. ആ ഒരു കാര്യത്തിലേക്കാണ് ജീവിതം മാറ്റം ഈ കുംഭമാസം കൊണ്ടുവരാൻ പോകുന്നത്. ഈ കുംഭമാസത്തിൽ ആ ദുരിതപ്പെയ്ത്തുകൾ അവസാനിക്കുകയാണ്. ജീവിതത്തിൽ സങ്കടം തളം കെട്ടി നിന്നതൊക്കെ നീങ്ങി സന്തോഷത്തിന്റെ ആ ഒരു പൊട്ടിമുളയ്ക്കൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് വന്നു നിറയാൻ പോകുന്നത് എന്ന് പറയുന്നത്. ചില മംഗളകാര്യങ്ങൾക്ക് ഒക്കെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. മംഗളകാര്യം എന്ന് പറഞ്ഞാൽ വിവാഹം, അങ്ങനെയുള്ളത് മാത്രമല്ല. മംഗളകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില സ്വപ്നം കണ്ട സൗഭാഗ്യങ്ങൾ, അല്ലെങ്കിൽ സ്വപ്നം കണ്ട ചില കാര്യങ്ങൾ നടന്നു കിട്ടുക, ചില സങ്കടങ്ങൾ വഴിമാറിപ്പോവുക, ജീവിതത്തിൽ ഒരു കാലത്തും മാറില്ല എന്ന് കരുതിയ ആ മാറ്റം, ദുഃഖങ്ങൾ മാറുക, മാറാ രോഗങ്ങൾ മാറുക, മാറാ വ്യാധികൾ മാറുക, ഇതൊക്കെ മാറി ജീവിതം ഒന്ന് കരപിടിപ്പിക്കുന്ന സമയം, ജീവിതം ഒന്ന് പച്ച പിടിക്കുന്ന സമയത്തിലേക്ക് കുംഭമാസം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കൂ. ശിവഭഗവാനെയും ഭഗവതിയെയും പ്രാർത്ഥിക്കൂ. ഭദ്രകാളി അമ്മയെയും പ്രാർത്ഥിക്കൂ. എല്ലാം മംഗളമാക്കി കിട്ടും, നന്നായി വരും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുപാളയത്തിൽ അകപ്പെട്ടു നിൽക്കുന്ന നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം. പറയുമ്പോൾ ചിരി വരും. ശത്രുപാളയത്തിൽ അകപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും ശത്രുക്കളാണ്. ബന്ധുക്കളിൽ തന്നെ ശത്രുക്കളുണ്ട്. ഏറ്റവും അടുത്ത മിത്രങ്ങൾ എന്ന് കരുതിയവർ തന്നെ
ശത്രുക്കളായ അനുഭവം വിശാഖക്കാർക്ക് ഉണ്ട്. പറയാൻ കാരണം ജീവിതത്തിൽ തൊഴിൽ ചെയ്യുന്നിടത്ത്, കർമ്മമേഖലയിൽ, അയലത്ത്, ബന്ധുജനങ്ങൾക്കിടയിൽ ഒക്കെ ശത്രുക്കളാൽ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതൽ എന്ന് പറയുന്നത്. വിശാഖക്കാരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബഹുരസമാണ്. മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളാണ്. മിത്രങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടേ ഉണ്ടാവുകയുള്ളൂ. ആത്മാർത്ഥത ഉള്ളവർ ഒന്നോ രണ്ടേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ശത്രുക്കൾ എന്ന് പറയുന്നത്, ആത്മാർത്ഥതയുള്ള ശത്രുക്കൾ ഇഷ്ടം പോലും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ ചിരിച്ചു തമാശയായിട്ട് പറഞ്ഞതല്ല, വളരെ വലിയ സത്യമാണ്. വിശാഖക്കാരുടെ ജീവിതം മൊത്തം എടുത്തു നോക്കിയാൽ കഴിഞ്ഞ ഈ ഒരു പ്രശ്നമാണ്. എപ്പോഴും എന്തു ചെയ്താലും അതിനകത്തൊക്കെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക, ഇടങ്കോലിടുക, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. ജീവിതത്തിൽ നന്നാവുന്നത് കാണാൻ കണ്ണുകടിയുള്ള വലിയ സമൂഹത്തിന്റെ നടുക്ക് പെട്ടുപോകുന്ന, അല്ലെങ്കിൽ അത്തരക്കാരോട് പടവെട്ടേണ്ടി വരുന്ന ഒരു നക്ഷത്രമാണ് ഈ വിശാഖം നക്ഷത്രം എന്ന് പറയുന്നത്. ശരിയാണോ? വിശാഖക്കാരെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യം. കിടന്ന് പലപ്പോഴും വലഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ കാരണം അവരെയൊക്കെ നിഗ്രഹിച്ച് ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന, വലിയ രീതിയിലുള്ള രാജയോഗ സമയമായിട്ടുള്ള ഐശ്വര്യങ്ങൾ തരുന്ന ഒരു മാസമായിട്ടാണ് ഈ കുംഭമാസത്തെ കാണാൻ സാധിക്കുന്നത്. വിശാഖം നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഭഗവാനെയും ഭഗവതിയെയും ഭദ്രകാളി അമ്മയും പ്രാർത്ഥിക്കാൻ പറയൂ. സർവം മംഗളമാകും. വിജയത്തിന്റെ കൊടുമുടി കയറുക വിശാഖം എന്നുള്ളതാണ്. തൊട്ടതൊക്കെ പൊന്നാകും. ഏതു കാര്യത്തിനും ഇറങ്ങിയാലും ഭഗവാനെ പ്രാർത്ഥിച്ചിറങ്ങൂ. ആഗ്രഹിച്ചതിലേലും ഒരുപടി മുകളിൽ കൊണ്ടുചെന്ന് ഭഗവാൻ വെക്കും എന്നുള്ളതാണ്. ധൈര്യമായി ഇരിക്കൂ, ധൈര്യമായി മുന്നോട്ടു പോകൂ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹ സാഫല്യത്തിന്റെ മാസമാണ് ഈ കുംഭമാസം എന്ന് പറയുന്നത്. മകം നക്ഷത്രക്കാർ കുറെ കാലമായിട്ട് ഒരു കാര്യം മനസ്സിലിട്ട് വല്ലാതെ ആഗ്രഹിച്ച് ആറ്റുനോറ്റ് അതിനുവേണ്ടി പ്രയത്നിക്കുന്നുമുണ്ട്. ഈശ്വര, ഇതൊന്ന് നടന്നു കിട്ടണമെന്ന് കരുതി പ്രയത്നം കൂടെ ഉണ്ട് കേട്ടോ. പ്രയത്നമുണ്ട്, പ്രാർത്ഥനയുണ്ട്, രണ്ടും കൂടിയിട്ട് വല്ലാതെ പരിശ്രമിക്കുന്നുമുണ്ട്. അതൊരു അത്ഭുതം എന്നോണം ഒരു കാലത്തും ഇല്ലാത്ത കണക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി വളരെ ഐശ്വര്യപൂർവ്വം അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. നിങ്ങൾ എഴുതി വെച്ചോ. ഇനി വരുന്ന ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ വന്ന് എന്നോട് പറയുക, ആ പറഞ്ഞതുപോലെ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു സൗഭാഗ്യം, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യസാധ്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചോ എന്നുള്ളത്. കാര്യം എന്താണെന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ പോലും അത് സങ്കല്പിക്കുന്നുണ്ട്. ഈശ്വര, ഇതിന്റെ കാര്യമായിരിക്കും. ആ കാര്യം അത് എന്തുതന്നെയായാലും നിങ്ങൾക്ക് ഏറ്റവും വിലമതിക്കുന്നത്, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന, നിങ്ങൾ കിട്ടിയാൽ ഇതെന്റെ ജീവിതം രക്ഷപ്പെടും എന്ന് കരുതുന്ന ആ ഒരു കാര്യം, അത് നിങ്ങൾക്ക് ഭഗവാൻ വരമായി അനുവദിച്ചു നൽകുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. സർവം മംഗളമാകും. മകം നക്ഷത്രക്കാർ ഭഗവാനെയും ഭഗവതിയെയും പ്രാർത്ഥിക്കൂ. ഭദ്രകാളി അമ്മ ഒപ്പമുണ്ട്. നന്നായി വരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതിക്കാർക്ക് രാജയോഗമാണ്. ഈ ശിവരാത്രി കഴിയുന്നതോടുകൂടി കുംഭം പിറക്കുമ്പോഴേക്കും അതിന്റെ ഒരു മാറ്റൊലി ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് ഉയർച്ചകൾ, ഒരുപാട് അധികാര സ്ഥാനങ്ങൾ, അധികാരം കൈയാളാനുള്ള യോഗം, ഒരുപാട് ഉയർന്ന പദവികൾ നേടാനുള്ള യോഗം, ചില അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങൾ, പേര്, പ്രശസ്തി, നാടുനീളെ അറിയപ്പെടുന്ന രീതിയിലുള്ള സന്തോഷം നൽകുന്ന ചില വാർത്തകൾ വരിക, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപടി മുകളിൽ ഉയരുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ സൗഭാഗ്യം ജഗദീശ്വരൻ ഇവർക്ക് അനുഗ്രഹിച്ചു നൽകുന്ന ഒരു കാലമായിട്ടാണ് ഈ കുംഭമാസത്തെ കാണുവാൻ സാധിക്കുന്നത്. ഭദ്രകാളി അമ്മയുടെ ആ ഒരു അനുഗ്രഹം എപ്പോഴും കാവലായി കൂടെയുണ്ട് കേട്ടോ. എല്ലാ ആപത്തിലും പിടിച്ചു മാറ്റുന്നതും തട്ടിമാറ്റുന്നതും പല ആപത്തുകളും ജീവിതത്തിൽ വന്നിട്ടുമുണ്ട്. അതിൽ നിന്നൊക്കെ പിടിച്ചു മാറ്റി രക്ഷിച്ച് ആ ഭദ്രകാളിയാണ്. അമ്മയെ കൈവിടരുത്. അമ്മയെ ഒപ്പമുണ്ട്. ധൈര്യമായിരിക്കൂ, പ്രാർത്ഥിക്കൂ, മുന്നോട്ടു പോകൂ. എല്ലാം സർവം മംഗളമായി കിട്ടും. അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണിയാണ്. ഭരണിക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടോ? ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന, ചിന്തയോടുകൂടി നിൽക്കുന്ന സമയം
എന്താണ് ചിന്ത? കൂടി നിൽക്കുന്ന സമയമെന്ന് വെച്ചാൽ ഒരുപാട് കാട് കയറി ചിന്തിക്കുകയാണ്. പലതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഉറക്കം വരുന്നില്ല, പലതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ മനസ്സ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പോലും മനസ്സ് ഇവിടെയല്ല, കണ്ണും കാര്യങ്ങളും കാതും മാത്രമേ ഉള്ളൂ. ഇവിടെ മനസ്സ് വേറെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് ടെൻഷൻ, എന്തോ മനപ്രയാസം അല്ലെങ്കിൽ പ്രഷർ, എന്തൊക്കെയോ പറയുന്ന പല രീതിയിലുള്ള മനപ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം എന്ന് പറയുന്നത്. ഭരണിക്കാരെ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറയുന്നത് അത്തരം ചില ഒരു സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. ആ ഒരു കാര്യത്തിന് ഭഗവാൻ നിങ്ങൾക്ക് ഉദ്ദേശിച്ചതും മികച്ച രീതിയിൽ ഒരു പര്യവസാനം കൊണ്ടുവരും എന്ന് കാണുവാൻ സാധിക്കുന്നത്. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ആ ദുഃഖം, നിങ്ങളുടെ ആ മനപ്രയാസം, അത് എന്തുതന്നെയായാലും മാറ്റിത്തരും. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, സമ്മാനങ്ങൾ, വരങ്ങൾ ഭഗവാൻ നൽകി അനുഗ്രഹിക്കുന്നു. മഹാദേവന്റെ ചൈതന്യമുള്ള ഒരു മാസമാണ് ഈ കുംഭമാസം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാളുകാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ പറഞ്ഞുവിടണം. ഭഗവാനെ തൊഴാൻ പറയണം. ഭഗവാന്റെ ഒരു കവചമാണ് ഇവരെ രക്ഷിച്ചു നിർത്തുന്നത്. ജീവിതത്തിൽ പലപ്പോഴും ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന പല അവസ്ഥകളിലും ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം, ആ ഒരു ഇടപെടലാണ് നിങ്ങളെ രക്ഷിച്ചു നിർത്തിയത്. ആ കൃപ തുടർന്നും ഉണ്ടാകും, നന്നായി വരും എന്നുള്ളതാണ്. ഭരണിക്കാരെ വീട്ടിലുണ്ടെങ്കിൽ പറയാൻ മറക്കേണ്ട. നന്നായിരിക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.